ഇപ്പോൾ ശ്രീ വി കെ സനോജ് ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. സനോജ്, ഇപ്പോൾ ഷാഫി പറമ്പിലെ പോലീസ് തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഷാഫിയുടെ നാടകമാണ് എന്നൊക്കെയാണ് ഇന്നലെ CPM നേതാക്കൾ പ്രതികരിച്ചത്. പോലീസും പറഞ്ഞിരുന്നു ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ദൃശ്യങ്ങൾ അതല്ല പറയുന്നത്. എന്താണ് പ്രതികരണം? ഷാഫിയുടെ ഷോ ആണ് നമ്മൾ ഇന്നലെ അവിടെ കണ്ടത്. എന്താണ് പേരാമ്പ്രയിൽ സംഭവിച്ചത്? കോൺഗ്രസ്സുകാർ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് എന്തോ CKG കോളേജിൽ കുറെ വർഷത്തിനിടയിൽ KSU ജയിച്ചു എന്നാണ്. CKG കോളേജിൽ കുറെ വർഷത്തിനിടയിൽ KSU ജയിച്ചിട്ടില്ല. അവിടെ ഇത്തവണ ജയിച്ചതും SFI തന്നെയാണ്. അവിടെ CKG കോളേജ് മാത്രമല്ല, അവിടുത്തെ സിൽവർ കോളേജ് പേരാമ്പ്ര KSUവിന്റെ MSFന്റെയും കുത്തകയായിരുന്നു. അവിടെയും SFIക്ക് വലിയ നേട്ടം ഉണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് അവിടെയുള്ള ലീഗിന്റെയും MSFന്റെയും KSU യൂത്ത് കോൺഗ്രസ് സംഘമാണ് അവിടെ സംഘർഷം ഉണ്ടാക്കിയത്. അവിടെ ഹർത്താൽ ആഹ്വാനം ചെയ്തു. ഹർത്താലിന്റെ മറവിൽ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനെ പഞ്ചായത്ത് ഓഫീസിൽ കയറി കയ്യേറ്റം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് പേരാമ്പ്രയിലെ ജനങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങിയിട്ട് പ്രതിഷേധം അവിടെ ഉണ്ടായി. ആ പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്ത് പ്രതിഷേധ പ്രകടനത്തെ തടയാനും ആ പ്രതിഷേധ പ്രകടനത്തിന് നേരെ UDFന്റെ ഒരു സംഘം പ്രകടനമായി വരികയാണ്. എവിടെ നിന്നാണ് ഇവർ ആളെ സംഘടിപ്പിച്ചത്? പേരാമ്പ്രയിൽ നിന്ന് മാത്രമാണോ? പേരാമ്പ്രക്ക് പുറത്തുള്ള ലീഗ് ക്രിമിനൽ സംഘത്തെ എല്ലാം ഇറക്കിയിട്ട് അവിടെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആ രണ്ട് പ്രകടനവും കൂട്ടിമുട്ടാതിരിക്കാൻ പോലീസ് നടുക്ക് ബാരിക്കേഡ് കെട്ടി പോലീസ് ഒരു തടസ്സമുണ്ടാക്കി. അപ്പോ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഷാഫിയെ കാത്തിട്ട് 1.5 മണിക്കൂർ നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കണം. ആ 1.5 മണിക്കൂർ ഷാഫിയെ എവിടെയുള്ള ഷാഫിയെ കാത്തിട്ട് ഗതാഗത തടസ്സമുണ്ടാക്കിയിട്ട് പേരാമ്പ്ര ഉപരോധിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസ് അവിടെ ഇടപെടൂലേ? എന്താണ് വേണ്ടത്? പോലീസ് മാറി നിന്നിട്ട് അവിടെ അക്രമം നടത്താൻ ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിയോ? അതല്ല ഞാൻ ചോദിച്ചത് സനോജ്, ഈ പറഞ്ഞ സംഭവവികാസങ്ങൾ അങ്ങ് വിശദീകരിച്ചു. ഞാൻ ചോദിച്ചതല്ല, പോലീസ് മർദ്ദിച്ചിരിക്കുന്നു, ഷാഫിയുടെ തലക്കടിക്കുന്നു, അതിനെ അങ്ങ് എങ്ങനെ കാണുന്നു? പരിപാടിയിൽ പങ്കെടുക്കുന്ന ഷാഫിക്കാണോ മർദ്ദനമേറ്റത്? അവിടെ വഴിയിൽ കൂടി നടന്നു പോകുമ്പോഴാണോ ഷാഫിക്ക് മർദ്ദനമേറ്റത്? 100 കണക്കിന് ക്രിമിനൽ സംഘത്തെ ഇറക്കിയിട്ട് അവിടെ അക്രമത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ പോലീസിന് നേരെ ബോധപൂർവം കയ്യേറ്റം ഉണ്ടാക്കുന്നു ഈ സംഘം. അതിനിടയിലാണ് ഷാഫി ഉള്ളത്. ഷാഫി അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവിടെ നിൽക്കുകയല്ല. ഷാഫിയും സംഘവും കൂടി പോലീസ് നേരെ കയ്യേറ്റം നടത്തുന്ന നിരവധി വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. പോലീസ് അവിടെ കയ്യും കെട്ടി നോക്കിക്കണോ? സ്വാഭാവികമായിട്ടും പോലീസ് പ്രതിരോധിക്കും. അല്ല, UDFന്റെ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകുന്ന നേതാവിനെ നിങ്ങൾ എങ്ങനെയാണ് ഗുണ്ടാ സംഘവുമായി നടക്കുന്ന ഒരു നേതാവ് എന്ന് പറയുക? ദൃശ്യങ്ങൾ അതല്ലല്ലോ പറയുന്നത്. ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? നിങ്ങൾ